നിജേഷ് അരവിന്ദ്, ഇവിടെ ഇവിടെ മനു തോമസ് പാർട്ടിക്ക് പുറത്തേക്ക് വരുന്നു. പാർട്ടിക്ക് പുറത്തേക്ക് വരുമ്പോൾ ഈ പറയുന്ന എന്താണ് സൈബർ ആഘോഷ സംഘങ്ങൾ വെറുതെ വിടുന്നില്ല, വേട്ടയാടുന്നു. ആ വേട്ടയാടുന്ന വേദനയിൽ മനു തോമസ് പറയുന്നു. ആ പറയുന്ന കാര്യങ്ങളുടെ വസ്തുത ഇനിയും പൂർണ്ണാർത്ഥത്തിൽ പുറത്തേക്ക് വരേണ്ടതുണ്ട്. ചെൻവി ബാലകൃഷ്ണൻ ആദ്യം പറഞ്ഞ ആംഗിളിൽ ഞാൻ ആലോചിച്ചിരുന്നില്ല. ഇപ്പോൾ പി ജയരാജന് ഇത്ര ഗുരുതര ആരോപണം ഉണ്ടായിട്ടും ആരും കമാന്നും മിണ്ടാതിരിക്കുമ്പോൾ ഇനി ആ ആംഗിളിന് പ്രസക്തി ഉണ്ടോ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അത് പാർട്ടിക്കുള്ള കാര്യമാണ്. അത് നിങ്ങൾ അതിൽ കയറി കക്ഷികളാണോ നിജേഷ്? ആഷ്മി, ഞങ്ങൾ ഇതിൽ കക്ഷികളല്ല. പക്ഷേ കേരള രാഷ്ട്രീയം ഇങ്ങനെ വല്ലാതെ മോശകരമായൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്കേറെ പ്രയാസമുണ്ട്. കാരണം കേരളത്തിലെ രാഷ്ട്രീയം ഒരു വല്ലാത്ത സന്നിഗ്ധ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ആ സന്നിഗ്ധ ഘട്ടത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വേണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ. പക്ഷേ ആ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എത്തി നിൽക്കുന്ന വല്ലാത്തൊരു സാഹചര്യം ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. കോൺഗ്രസിൽ നിന്ന് ഒരുപാട് പേർ പോയിട്ടുണ്ട്. ഹാഷ്മിക്ക് തന്നെ അറിയാം. KP അനിൽകുമാർ KPCCയുടെ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി എന്ന് മാത്രമല്ല സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. രവികുമാർ KPCCയുടെ ജനറൽ സെക്രട്ടറി. PS പ്രശാന്ത് KPCCയുടെ ജനറൽ സെക്രട്ടറി. ഫിലിപ്പോസ് തോമസ് DCC പ്രസിഡന്റ്. അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് കോൺഗ്രസ് വിട്ടുപോയിട്ടുണ്ട്. പോയ ഒരാൾ ഇതുപോലെ കോൺഗ്രസിൻ്റെ ആളുകൾ ഇങ്ങനെ മാഫിയാണ്, സ്വർണ്ണക്കടത്താണ്, മയക്കുമരുന്ന് കടത്താണ്, മദ്യമാഫിയാണ്, കോറിയാണ് എന്ന രീതിയിൽ ഒരു ആരോപണം ഉന്നയിച്ചോ? ഞങ്ങൾ അങ്ങനെയല്ലേ പക്ഷം പിടിക്കേണ്ടത്? അവർ രാഷ്ട്രീയം കോൺഗ്രസിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടായി, അവർ പോയി, അവിടെ അവസാനിച്ചു. ഇവിടെ എന്താ? CPMനോട് അഭിപ്രായ വ്യത്യാസം ഒരാൾ പ്രകടിപ്പിച്ചാൽ ഇന്ന് ക്രിമിനലായ ആകാശ് തില്ലങ്കേരി പറയുന്നു, ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കേണ്ടത് എന്ന് ഞങ്ങൾക്കറിയാമെന്ന് മനു എന്ന മറ്റൊരു സഖാവിനെ ഭീഷണിപ്പെടുത്തുന്നു. ഒരക്ഷരം മിണ്ടാൻ CPM തയ്യാറല്ല. അവിടെയാണ് നമ്മൾക്ക് സംശയമുണ്ടാകുന്നത്. നിങ്ങൾ ഈ ഒരു നേതാവിനെ എടുക്കണ്ട. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ MLA ആയിരുന്നു ജോർജൻ തോമസിനെതിരെ ആരോപണം വന്നു. എന്താ? കോറി മാഫിയ. സ്വന്തം വീടിൻ്റെ പണി പോലും ചെയ്തു കൊടുത്തത് കോറി മാഫിയാണ്, ഒരുപാട് കോറികളിൽ ഷെയർ ഉണ്ട് എന്ന നിലയിലേക്ക് ചർച്ച പോയി. കോഴിക്കോട്ടെ മത്സരിച്ച സ്ഥാനാർത്ഥിയെ പറ്റി ആരോപണം. CPMൻ്റെ ഞാൻ CRനോട് ചോദിക്കുന്നു. CR കേരളത്തിലുടനീളം ഓടി നടന്ന് ജനകീയ സമരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, പലപ്പോഴും ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്. CR കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏതെങ്കിലും ഒരു ജനകീയ സമരത്തിൽ ഈ അടുത്ത കാലത്ത് CPMൻ്റെ ഒരു കൊടിയോ നേതാക്കളെയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എപ്പോഴും എതിർപക്ഷത്ത്, മാഫിയ പക്ഷത്ത് ആണ് CPM എത്തിപ്പോയത്. അത് എത്തരുത് എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ഇനി TPയിലേക്ക് വന്നാൽ ആഷ്മി ചോദിക്കട്ടെ, TP വധിക്കപ്പെട്ടു, 12 വർഷം കഴിഞ്ഞു. ആരാണ് ഈ പ്രശ്നത്തിനെ ലൈവായി നിലനിർത്തി കൊണ്ടുപോകുന്നത്? നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിക്കേ. CPM അന്വേഷണം നടത്തി, ഇന്നെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവസാനിപ്പിക്കേണ്ടിയിരുന്നു. അവസാനിപ്പിക്കുന്നതിന് പകരം CPM എന്താ ചെയ്തത്? പ്രതികളെ സംരക്ഷിച്ചു. ആദ്യഘട്ടത്തിൽ പ്രതികൾ ജയിലിൽ പോയപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ, നിയമസഹായം, അതിനുശേഷം ഉണ്ടായ RMPയെ നിരന്തരമായി ആക്രമിക്കുന്നു. ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ഒരു മാസക്കാലം വടകരയിൽ ഒഞ്ചിയത്ത് RMPയുടെ സകലമാന ഓഫീസും തല്ലി തകർത്തു, സകലമാന പ്രവർത്തകരെയും ആക്രമിച്ചു. ഞങ്ങളൊക്കെ അവിടെ പോയി ഇരിക്കേണ്ടി വന്ന സാഹചര്യം വന്നു. ഇപ്പോൾ വള്ളിക്കാട്ട് TP മരണപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് ഒരു സ്മാരകം വരുന്നുണ്ട്, പലവട്ടം ആക്രമിച്ച സ്മാരകം. ഇപ്പൊ നമ്മൾ പോയി അത്ഭുതപ്പെട്ടു പോകും. കേരളത്തിൽ അങ്ങനെ കോൺക്രീറ്റ് ചെയ്ത ഒരു സ്മാരകത്തിന്റെ ചുമരുണ്ടോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ആരെ പേടിച്ചിട്ടാ? CPMനെ പേടിച്ചിട്ടാ. നിരന്തരമായി TPയെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. മരണപ്പെട്ട TPയെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. പ്രതികൾക്ക് സഹായം കൊടുക്കുന്നു. ഇപ്പൊ അവസാനവും അത് തന്നെ ചെയ്തിരിക്കുന്നു. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ CPM ചെയ്യേണ്ടത്? ഏറ്റവും തലമുതിർന്ന സഖാവ് VS അച്യുതാനന്ദൻ TPയുടെ ഭാര്യയെ സാന്ത്വനപ്പെടുത്തിയ വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ കണ്ണിന്റെ മുന്നിൽ കണ്ടതാണ്. കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ TPയുടെ വിലാപയാത്ര എത്തുന്ന സമയത്ത് കസേരയിൽ ഉയർത്തിപ്പിടിച്ച് സൈമൺ ബ്രിട്ടോ എന്ന് പറയുന്ന CPMന്റെ അക്കാലത്തെ ജീവിക്കുന്ന രക്തസാക്ഷി ഇൻകുലാബ് വിളിച്ചത് ഞാൻ നേരിട്ട്, കൊയിലാണ്ടി MV ഉണ്ട് ആ ബസ് സ്റ്റാൻഡിൽ, നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളിൽ നിന്ന് ഇന്നത്തെ ആകാശ് തില്ലങ്കേരിയും അർജുൻ തില്ലങ്കേരിയും ഷാജറും ഒക്കെ നയിക്കുന്ന ഒരു പാർട്ടിയായി പോകുന്നു. ഒളിച്ചോട്ടം, മുഖ്യമന്ത്രി ഒളിച്ചോടുന്നു. CPMന്റെ ഒരുപാട് നേതാക്കന്മാർ ചാനൽ ചർച്ചയിൽ വരുന്നു. ഒരാൾ പോലും വന്ന് ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്ന് പറയാൻ തയ്യാറല്ല. അസ്കറിനെ പോലെയുള്ള ആളുകൾ അസ്കർ പറയുന്നു ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ മൂല്യച്യുതിയെ പറ്റി പറഞ്ഞ് ഇവിടെ ആക്രമിക്കരുത്. എൻ്റെ അസ്കറെ, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുടെ മൂല്യച്യുതിയല്ല. കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെയുള്ള മണ്ഡലങ്ങൾ നിങ്ങൾ എടുത്താൽ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടക്കൊത്തളമാണ്. 30-ലധികം നിയമസഭാ സീറ്റിൽ കേവലം 5 സ്ഥലത്ത് ഐക്യ ജനാധിപത്യ മുന്നണി ജയിച്ചത്. പാർട്ടി ഗ്രാമങ്ങളുടെ സ്ഥലമാണ്. അവിടെ മൊത്തം കണക്ക് കൂട്ടിയാൽ 5 ലക്ഷത്തിലധികം വോട്ടുകളാണ് ഇത്തവണ UDFന് അധികമായി വന്നത്. ഞാൻ അഹങ്കരിച്ചു പറയുകയല്ല. ആരാ വോട്ട് ചെയ്തിരിക്കുന്നത്? CPMന്റെ സാധാരണക്കാരായ അണികളാണ് വോട്ട് മാറ്റി ചെയ്തിരിക്കുന്നത്. ആർക്കെതിരെയുള്ള പ്രതിഷേധമാണ്? ഈ പാർട്ടിക്കെതിരെയുള്ള
ബ്രാഞ്ച് തലം മുതൽ അങ്ങ് സംസ്ഥാന തലം വരെയുള്ള പാർട്ടിയോടുള്ള പ്രതിഷേധമാണ് പ്രകടിപ്പിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ജി സുധാകരന്റെ വാക്കുകൾ, തോമസ് ഐസക്കിന്റെ വാക്കുകൾ നമ്മൾ വെറുതെ കടമെടുത്തൊന്ന് പരിശോധിക്കുക. ഒരാൾ മനസ്സ് തുറന്നുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചിരിക്കുന്ന ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. തിരുത്തും 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 എന്ന് പറഞ്ഞു. തിരുത്തൽ എവിടെയാ? ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു ജയിൽ സൂപ്രണ്ടിനെ എറണാകുളത്ത് നിന്ന് മാറ്റി കണ്ണൂരേക്ക്. ഞങ്ങൾക്ക് ഒരു വെടിക്ക് രണ്ട് പക്ഷി TP പ്രശ്നവും തീർക്കാം, ശ്രീജിത്തിനെ അങ്ങ് മാറ്റാം. 31-ാം തീയതി ജോയിൻ ചെയ്ത സ്ഥാനമേറ്റെടുത്ത ശ്രീജിത്ത് 3-ാം തീയതി അയച്ച റിപ്പോർട്ടിന്റെ പേരിൽ, നേരത്തെ ചെയ്തു വെച്ച ആളുടെ റിപ്പോർട്ടിന്റെ പേരിൽ അയാൾ ബലിയാടാക്കപ്പെടുന്നു. ഒരു പ്രശ്നവുമില്ല. ഇനി അവിടെ തിരിച്ച് നിങ്ങൾ ഏറ്റവും താഴെ തട്ടിലേക്ക് വന്നാൽ നമ്മൾക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കേരളത്തെ മനസാക്ഷിയെ മാറ്റിയത് സിദ്ധാർത്ഥായിരുന്നു. ആരായിരുന്നു പ്രതിസ്ഥാനത്ത് നിന്നത്? CPM ആയിരുന്നു. SFIക്കാരായിരുന്നു പ്രതിസ്ഥാനത്ത്. SFIക്കാർ. MV ബാലകൃഷ്ണൻ നാട്ടിലെ ഒരു ലോക്കൽ സെക്രട്ടറി സത്യൻ വധിക്കപ്പെട്ടു. ആരാ പ്രതി? മറ്റൊരു CPM കാരനാ. എവിടെ എത്തി CPM? ഞാനിവിടെ ഇതൊക്കെ പറയുന്ന സമയത്ത് പറയുന്നു, ആഷ്മി ആദ്യം ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി പറയുന്നു, ഈ ഒരു വിഷയം വെച്ച് CPM-നെ അടിക്കുക, ഇല്ലാതാക്കുക എന്ന അജണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ. പക്ഷേ ഈ രാജ്യത്ത് ജനാധിപത്യം ചൂണ്ടിക്കാണിക്കുകയാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ.